ഹായ്, SP അരുളലാണ്. മോർണിംഗ് പൊളിറ്റിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കോൺഗ്രസ് കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷം തോറ്റതല്ല തോൽപ്പിച്ചതെന്നും ആ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ദിവസം തൊട്ട് തന്നെ പറയുന്നുണ്ട്. ഒരു ഉദാഹരണം കൂടി നിങ്ങളെ കാട്ടിത്തരാം. നെട്ടയം വാർഡ്, തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട വട്ടിയൂർക്കാവിൽ ഉൾപ്പെടുന്ന നെട്ടയം വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച സിന്ധു സോഷ്യൽ മീഡിയയിൽ ഒരു ലൈവ് ഇട്ടിരിക്കുകയാണ്. അതായത് തന്നെ കോൺഗ്രസ്സുകാർ കാലുവാരി BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചതിനെ സംബന്ധിച്ച് അവർ തുറന്നു പറയുകയും കോൺഗ്രസ്സുകാരായിട്ടുള്ളവർ, അതായത് ഇവർക്ക് കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലായിരുന്നെങ്കിൽ പോലും BJP ജയിപ്പിക്കണമല്ലോ, മത്സരരംഗത്ത് ഞങ്ങൾ ഉണ്ടെന്ന് കാണിക്കട്ടെ, അതിനുവേണ്ടി അവിടുത്തെ റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹിയായിട്ടുള്ള സിന്ധുവിനെ പോയി കയ്യും കാലും പിടിച്ച് ഇവർ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കിയിട്ട് പൈസയും മേടിച്ച് BJPയെ ജയിപ്പിച്ചതിന്റെ ചരിത്രം എന്താണെന്ന് സിന്ധുവിന്റെ വാക്കുകളിലൂടെ നിങ്ങൾ കേൾക്കും. വഴി വെച്ച് പോലും കണ്ടിട്ടില്ലാത്ത ഇവിടുത്തെ കോൺഗ്രസിന്റെ പരനാറി ചെറ്റകളെ, നിനക്കൊക്കെ അത് വോട്ട് ആയിരുന്നെങ്കിൽ മറിച്ചോ. എന്നെ കൊണ്ട് ആ പത്രിക പിൻവലിപ്പിച്ചാൽ പോരായിരുന്നോ? എന്തോസായിട്ട് ഞാൻ മാറിത്തന്നേനല്ലേ? നിനക്കൊക്കെ എന്തോ എൻ്റെ സോക്കേടായിരുന്നു എന്നെ നിർത്തി നാറ്റണമെന്ന് എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. ഞാനിവിടെ അറിഞ്ഞുകൊണ്ടാണോ ഈ പണി ചെയ്തതെന്ന് മറ്റുള്ളവർ ചോദിക്കാനുള്ള ഇടം നീയൊക്കെ എനിക്ക് ഉണ്ടാക്കി തന്നു. കാരണം ഞാൻ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരുമായിട്ടോ ഞാൻ പിണങ്ങി CPM-മാരായിട്ട് ഞാൻ വഴക്കുണ്ടാക്കാറുണ്ട് എന്ന് വെച്ച് അത് ഇത്രയും വലിയൊരു ചെറ്റത്തരം എന്നെ കൊണ്ട് കാണിക്കാനുള്ളതൊന്നും ഞാൻ അവരെന്നോട് ചെയ്തിട്ടില്ല. വഴക്കിടും, കാര്യമൊക്കെ ശരിയാണ്. ബാക്കി ഒരു പാർട്ടിക്കാരുമായിട്ടും ഒരു വ്യക്തികളുമായിട്ടോ എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഉള്ളതായിരുന്നു. ഇപ്പം അവർ തന്നെ എന്നോട് തിരിച്ചു ചോദിക്കാൻ തുടങ്ങി, വോട്ട് മറിക്കാനാണോ നിന്നേന്ന്. നിനക്ക് എന്തിൻ്റെ കേടായിരുന്നു? ഞാൻ നിങ്ങളോട് എന്ത് ദ്രോഹമാണ് ചെയ്തത്? എന്തെങ്കിലും ചെയ്തിരുന്നോ? മേലാൽ ഇനി UDF എന്നും പറഞ്ഞ് എൻ്റെ 4 വേലി കയറിയ ഈ ചാണകത്തിമിക്ക് കുറ്റിച്ചൂലുണ്ടല്ലോ, അതെടുത്ത് ഞാൻ ഇറക്കും. മേലാൽ എൻ്റെ പരിസരത്ത് കണ്ടേക്കരുത്. കണ്ടിട്ടില്ല, പക്ഷെ ഇത് എന്നെ ഏൽപ്പിച്ച ഒരാളുണ്ട്. ആള് ഫോൺ എടുക്കാത്തത് കൊണ്ടാണ് നിന്നെയൊക്കെ കൂടെ ഞാനിത് പറയേണ്ടി വന്നത്. വിളിക്കട്ടെ, കൊടുക്കാം. ഇനി പാർട്ടി ഓഫീസിൽ ചെന്ന് ഞാൻ കൊടുക്കും. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമായിരുന്നു ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഇൻബോക്സിൽ ഒരുപാട് പേര് ജയിച്ചോന്ന് ചോദിച്ചുകൊണ്ട് പല ഭാഗത്തുനിന്നും ചോദിക്കുന്നുണ്ട്. ഇവിടുത്തെ വോട്ട് നിലവാരം കൂടിയിട്ടുണ്ട്. ബ്ലോക്കിലേക്ക് 424, ജില്ലയിലേക്ക് 302, വാർഡിലേക്ക് 60. ബ്ലോക്കിലേക്കുള്ള സ്ഥാനാർത്ഥി ഈ വാർഡിലെ തന്നെയാണ്. ജില്ലയിലെ സ്ഥാനാർത്ഥി ഈ വാർഡിലേക്കുമല്ല, ഈ വാർഡ് അവർ കണ്ടിട്ട് കൂടിയില്ല. സ്വീകരണ പരിപാടിക്ക് വന്നപ്പോൾ മാത്രമാണ് അവർ ഈ വാർഡ് കണ്ടുപോയത്. അവരുടെ വോട്ടാണ് 302. ഈ നാട്ടിൽ ജനിച്ചു വളർന്ന എനിക്ക് കിട്ടിയതാണ് 60 വോട്ട്. ഈ വാർഡിലുള്ളവരുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് എന്നെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയത്. ഈ 60 വോട്ട് പാർട്ടിയുടെ വോട്ടല്ല, അത് എന്നോട് സ്നേഹമുള്ളവർ എനിക്ക് തന്ന വോട്ടാണ് 60 വോട്ട്. ഈ ബാക്കി വോട്ട് എവിടെ പോയി? 240-250 വോട്ട് ഇവിടുത്തെ പാർട്ടി വോട്ട് സ്ഥിരമുള്ള വോട്ടാണ്. അതെവിടെ പോയി? ഇതിനേക്കാൾ ഇനി ഈ ഡീലിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഉദാഹരണം ആവശ്യമുണ്ടോ? മത്സരിച്ച സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ ഒരു കുറ്റിച്ചൂലാക്കി നിർത്തിയതിന് ശേഷം BJPക്ക് വോട്ട് മറിച്ചു കൊടുക്കുന്നത്, അത് യമുന റാണിയാണെന്ന് തോന്നുന്നു, അവിടെ ജയിച്ച BJP സ്ഥാനാർത്ഥി. അവർക്ക് 605 വോട്ട്, 60 വോട്ട് മാത്രം ഒരു കോൺഗ്രസിന്റെ ഔദ്യോഗിക കാൻഡിഡേറ്റിന് നെട്ടയം പോലൊരു വാർഡിൽ കഴിഞ്ഞ തവണ 270 വോട്ടിലധികം കിട്ടിയ ഒരാൾക്ക് 2ാം സ്ഥാനത്ത് വന്ന ഇടതുപക്ഷത്തിനും കിട്ടിയ 500 സംതിങ് വോട്ട്. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ പറയും. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിൽ ആരെങ്കിലും ന്യായീകരിക്കാനോ അല്ലെങ്കിൽ ആ തോൽവിയെ സംബന്ധിച്ച് ഇവർ ഒരു കഥ ഉണ്ടാക്കുന്നുണ്ടല്ലോ. തോൽപ്പിക്കാൻ എളുപ്പമാണ്, പിന്നെ അവർ തോറ്റു എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനാണ് പാടെന്ന് സതീശന്റെ 2 ദിവസത്തെ വാചകമാണ്. അവിടെ നിങ്ങൾ ചിന്തിക്കും. അതായത് BJPക്കാരോടൊപ്പം എങ്ങനെയാണോ രാജ്യത്ത്
സംഘപരിവാറിന്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന് ഈ നാടിനെ അടിയറവ് വെച്ചത്, അതുപോലെ കേരളത്തിൽ BJP എങ്ങനെയാണ് ഇവർ വളർത്തുന്നതെന്നും അതിനുവേണ്ടി വഴിവെട്ടി കൊടുക്കുന്നുവെന്നും പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് വരെ അനുഭവപ്പെട്ടതിന് ശേഷവും കേരളത്തിലെ ലീഗന്മാർക്കോ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അത് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനം എന്താണ്? അത് മനസ്സിലാക്കുക. അതിനൊരു ഉദാഹരണമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടേതായിട്ട് പുറത്തു വന്നിരിക്കുന്ന ഈ പ്രതികരണം.